കർത്താവിന്റെ ഏകപരിസമായി നാം വാഴ്ത്തപ്പെടട്ടെ. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിൽ രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിനെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിൽ എന്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. അല്പസമയത്തെ ദൈവനിശ്ചിതയ്ക്കായി ഒരു ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 3-ാം അധ്യായം അതിന്റെ 16-ാമത്തെ വാക്യം. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടി ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളിൽ വസിക്കട്ടെ. എത്ര ശ്രേഷ്ഠമായ ഒരു ദൈവവചനമാണ് നമ്മൾ വായിച്ചു കേട്ടത്. നമ്മൾ ചിന്തിക്കാം. സങ്കീർത്തനങ്ങളാലും സ്തുതികളാലും ആത്മീയഗീതങ്ങളാലും തമ്മിൽ പഠിപ്പിച്ചും ബുദ്ധി ഉപദേശിച്ചും നന്ദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടി ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടുകൂടെ ഹല്ലേലൂയ നിങ്ങൾ വസിക്കട്ടെ. എണ്ണി എണ്ണി അവിടെ എടുത്ത വചനം നമ്മൾ വായിച്ചാൽ ഇന്നത്തെ ക്രൈസ്തവ സമൂഹത്തിൽ ഈ വചനം വെളിപ്പെടുന്നുണ്ടോ? ഈ ക്രൈസ്തവ സമൂഹത്തിന്റെ ഹൃദയത്തിൽ ഈ വചനം ഉണ്ടോ എന്ന് നമ്മൾ ചിന്തിക്കണം. പ്രത്യേകിച്ച് വേർപെട്ട കൂട്ടങ്ങളിൽ ഈ വചനവുമായിട്ട് ഇന്നത്തെ കാലഘട്ടത്തിൽ ബന്ധമുണ്ടോ? ഒരു ബന്ധവുമില്ല. വേർപെട്ട കൂട്ടങ്ങൾ എന്ന് പറയുന്ന വിശ്വാസികളിൽ ഈ വചനമായിട്ട് ഒരു ബന്ധവുമില്ല. നിങ്ങളതിനെ തെറ്റിദ്ധരിക്കും. ഇല്ലെങ്കിൽ അങ്ങനെ ഈ വചനമായിട്ട് ബന്ധപ്പെടുക പ്രസംഗിക്കാനല്ലാതെ സഭയിലാണ് സാക്ഷ്യം പറയാനല്ലാതെ ഈ വചനം അനുസരിച്ച് ജീവിക്കുന്ന ഒരു വ്യക്തിയില്ല. ഒരു നിങ്ങൾ കാണിച്ചു തരണം. അല്ലേ നമ്മൾ കണ്ടാൽ നമുക്ക് മനസ്സിലാവും. പല്ലേ നമ്മൾ കണ്ടുപിടിക്കുന്ന ഞാനിടക്കോ പറയുന്നത് കേട്ടോ. അല്ലേ ഇവിടെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നത് ഹല്ലേലൂയ ക്രിസ്തുവിന്റെ വചനം, ഹല്ലേലൂയ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി ഹല്ലേലൂയ സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങൾ വസിക്കട്ടെ എന്നാണ്. ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നമ്മൾ വസിക്കുവാൻ വേണ്ടി നമ്മുടെ ഹൃദയം കർത്താവിന് കൊടുക്കണം. പ്രൈസ് ദി ലോർഡ്. നമ്മുടെ ഹൃദയം കർത്താവിന് കൊടുത്തെങ്കിൽ മാത്രമേ വചനത്തിന് വസിക്കാൻ കഴിയത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ നിങ്ങളുടെ ഹൃദയത്തിൽ ക്രിസ്തു വസിക്കുന്നുണ്ടോ? ഹല്ലേലൂയ. ഒരു ചോദ്യം പരിശുദ്ധാത്മാവ് നിങ്ങളോട് ചോദിക്കുക. നിങ്ങളുടെ ഹൃദയത്തിൽ ക്രിസ്തു വസിക്കുന്നുണ്ടോ? നമുക്ക് പറയാൻ കഴിയുന്നില്ല. ഹല്ലേലൂയ. അവരിൽ ക്രിസ്തുവും ക്രിസ്തുവിന്റെ വചനവും പരിപൂർണമായി വസിക്കുവാൻ നിങ്ങളുടെ ഹൃദയത്തിൽ ഇടം കൊടുത്തിട്ടുണ്ടോ? പ്രൈസ് ദി ലോർഡ്. ക്രിസ്തുവിന്റെ വചനം എപ്രകാരമുള്ളതാണ്? ആ വചനം ജീവനും ആത്മാവുമാണെന്ന് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം അതിന്റെ 63-ാമത്തെ വാക്യം വായിക്കുന്നുണ്ട്. ക്രിസ്തുവിന്റെ വചനം ജീവനും ആത്മാവുമായ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ വേണം നമ്മുടെ ഹൃദയത്തിൽ വസിപ്പാൻ. അതിന് ക്രിസ്തു നമ്മുടെ ഹൃദയത്തിലുണ്ടോ ഇല്ലയോ എന്നുള്ള സൂക്ഷ്മ പരിശോധന നമ്മൾ നടത്തണം. ഹല്ലേലൂയ. നമുക്ക് ഈ തെരഞ്ഞെടുപ്പൊക്കെ വരുമ്പോൾ, ഈ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന്റെ കാലഘട്ടത്തിൽ നാമനിർദ്ദേശ പത്രിക കൊടുത്ത അവസാന ദിവസം നാമനിർദ്ദേശ പത്രികയുടെ സൂക്ഷ്മ പരിശോധന നടക്കുന്ന സമയങ്ങളിൽ ഹല്ലേലൂയ ഒരു പേരിന്റെ ഇൻഷല് മാറിപ്പോയതിനും കണ്ട് ആ സ്ഥാനാർത്ഥി പുറത്തുപോയി. അങ്ങനെ പലരും പോയി. സൂക്ഷ്മ പരിശോധന എന്ന് പറയുന്ന ഒന്നുണ്ട്. അങ്ങനെ സൂക്ഷ്മ പരിശോധന ഉള്ളപ്പോൾ ഓരോ ക്രൈസ്തവ വിശ്വാസികളും നിങ്ങളുടെ ഹൃദയത്തിനകത്തൊരു സൂക്ഷ്മ പരിശോധന നിങ്ങൾ നടത്തണം. ക്രിസ്തുവിന്റെ വചനം നിങ്ങളുടെ ഉള്ളിലുണ്ടോ? യേശു നിങ്ങളുടെ ഹൃദയത്തിൽ വസിക്കുന്നുണ്ടോ എന്ന് നിങ്ങൾ തിരിച്ചറിയണം. പ്രൈസ് ദി ലോർഡ്. വെറുതെ ഈ ചുരിദാറുള്ള ജുബായി വിട്ട് വെള്ള പാന്റ് വിട്ട് ക്ലീൻ ഷേവിങ് ചെയ്ത് ചെല്ല നല്ല താടിയൊക്കെ വളർത്തി നല്ല വെള്ളം മുണ്ടും ജുബയൊക്കെ എടുത്ത് രംഗത്ത് വന്നിട്ട് കാര്യമില്ല കേട്ടോ. അങ്ങനെയൊക്കെ ആർക്ക് വെള്ളം വരാം. ചിലരൊക്കെ വലിയ വലിയ വെള്ള പാന്റും വെള്ള ജുബയൊക്കെ ഇട്ട് ചുരിദാറ് പോലുള്ളതേ ഇരുന്നേ തെറ്റൊന്നുമില്ല. പക്ഷെ ഇട്ടാൽ ആ സ്വഭാവം കാണണം. ചിലരൊക്കെ നല്ല വെള്ളം മുണ്ട് കൊടുത്ത് ജുബയൊക്കെ ഇട്ട് ചെത്തിയടിച്ച് സ്റ്റേജിൽ കയറുന്ന ഭയങ്കര കസർക്കയാ. പക്ഷെ അവിടെ ഹൃദയത്തിൽ ക്രിസ്തു ഉണ്ടോ ഇല്ലയോ എന്ന് ഇപ്പൊ നമ്മൾ സോഷ്യൽ മീഡിയ നമ്മളെ വെളിപ്പെടുത്തി തരും. ഹല്ലേലൂയ. എല്ലാം വേർപെട്ട വിഭാഗങ്ങൾക്കകത്തും പ്രശ്നങ്ങളുണ്ടെന്നേ. സകല വേർപെട്ട വിഭാഗങ്ങളിലും പ്രശ്നങ്ങളുണ്ട്. പെന്തക്കോസ്ത എന്ന് പറയുന്ന സമൂഹത്തിൽ
IPC ആയാലും, ഷാരോൻ ആയിരുന്നാലും, ന്യൂട്ടി ആയിരുന്നാലും, ചർച്ചക്കോട് ആയിരുന്നാലും, AC ആയിരുന്നാലും, WME ആയിരുന്നാലും, ഇൻഡിപെൻഡന്റ് ചർച്ചുകളായിരുന്നാലും, ഡിനോമിനേഷൻ ചർച്ചുകൾ, ഇനി സ്വതന്ത്ര ചർച്ചുകളിൽ പോലും പ്രശ്നങ്ങളുണ്ട്. ക്രൈസ്തവ സഭയ്ക്കകത്ത് പ്രശ്നമുണ്ടല്ലോ, ഹൈന്ദവ വിശ്വാസികളിൽ പ്രശ്നമുണ്ടല്ലോ, ഇസ്ലാമിക വിശ്വാസികളിൽ പ്രശ്നമുണ്ട്. പിന്നെ നമ്മൾ ആരെയും കുറ്റപ്പെടുത്താതിരിക്കരുത്. പ്രൈസലോ, എല്ലായിടത്തും പ്രശ്നം ഉണ്ടായാൽ, ഒരുവിന് വഴക്കുണ്ടായാൽ അത് പറഞ്ഞ് രമ്യതയെ പറഞ്ഞ് പരിഹരിച്ച് ആ വിഷയത്തിന് സമാപ്തി കാണണം. അതിന് നമ്മൾ ഒരുപാട് വിമർശിച്ചത് കൊണ്ടോ വാരിക്കോരി നമ്മൾ പ്രസംഗിച്ചത് കൊണ്ടോ ഒന്നും ആ പ്രശ്നത്തിന് പരിഹാരമാകുന്നില്ല. ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി നമ്മുടെ ഹൃദയത്തിൽ വസിക്കുവാൻ, നമ്മുടെ ഹൃദയത്തിനകത്ത് കർത്താവിന് വസിപ്പാൻ ഇടം കൊടുത്താൽ ഈ പ്രശ്നങ്ങളെല്ലാം സമാപിക്കാനുള്ളതേ ഉള്ളൂ, എല്ലാ പ്രശ്നങ്ങളും. അതുകൊണ്ട് അല്ലേ എന്നെ കേൾക്കുന്ന ശ്രോതാക്കളെ, എല്ലായിടത്തും പ്രശ്നമുണ്ടെന്നുള്ളതാണ് ഞാൻ പഠിച്ചു വരുന്നത്. അല്ലേ സഭകളിൽ പ്രശ്നമില്ലേ? സഭകളിൽ പാസ്റ്റർമാരും വിശ്വാസികളുടെ പ്രശ്നമില്ലേ? അല്ലേ പള്ളിയിൽ അച്ഛനും വിശ്വാസികളുമായിട്ട് പ്രശ്നമുണ്ടല്ലോ, അമ്പലത്തിൽ പൂജാരികളും വിശ്വാസികളുമായിട്ട് പ്രശ്നമുണ്ട്, മോസ്കിൽ ഉസ്താദും വിശ്വാസികളുടെ പ്രശ്നമുണ്ട്. എല്ലായിടത്തും ഉണ്ടല്ലോ. അതൊക്കെ ഉള്ളൂ എല്ലായിടത്തും, ഞങ്ങളുടെ ഇടയിലും അതൊക്കെ ഉള്ളൂ കേട്ടോ. അതൊന്നും വലിയ അങ്ങ് തീയായിട്ട് പറപ്പിക്കാനൊന്നുമില്ല. ഇതൊക്കെ ശാന്തതയാകും. സ്തോത്രം. ഉരുൾപൊട്ടി വെള്ളം മലവെള്ളം ഒഴുകി വന്നാലും അത് നിരന്തരം നിൽക്കുകയല്ല, അത് ചിലപ്പോൾ അങ്ങ് നിൽക്കും, അത് സമയം കഴിയുമ്പോൾ നിൽക്കുക. എന്ന് പറഞ്ഞാൽ ഈ പ്രശ്നങ്ങൾ കുറച്ച് കഴിയുമ്പോൾ തീരുന്നേ. അല്ലേ സ്തോത്രം. അപ്പൊ നമ്മളിത് ഞാൻ പറഞ്ഞതിന്റെ കാരണം, നമ്മുടെ ഹൃദയം കർത്താവിന് കൊടുക്കണം. ക്രിസ്തു വസിക്കുവാൻ വേണ്ടി നമ്മുടെ ഹൃദയം കൊടുക്കണം. ആത്മാവും ജീവനുമായിരിക്കുന്ന യേശു നമ്മുടെ ഹൃദയത്തിന്റെ അന്തർഭാഗത്ത് ഉണ്ടെങ്കിൽ നമ്മളൊരു പ്രശ്നക്കാരനായി മാറത്തില്ല. നമ്മൾ പ്രശ്നങ്ങളെ സോൾവ് ചെയ്യുന്നവരായിത്തീരും. ഏത് പ്രശ്നത്തെ നമ്മൾ പരിഹരിക്കും. പ്രശ്നം കൊണ്ട് നിറയപ്പെട്ട് നിൽക്കും. നമ്മൾ ആ വിഷയത്തെ ആശ്വസിപ്പിക്കാൻ നോക്കും. ഒരു ക്രിസ്തു വിശ്വാസിയുടെ ജീവിതം അതാണ്. ഏത് പ്രശ്നങ്ങളെ പരിജ്ഞാനത്തോടുകൂടി അതിനെ കൈകാര്യം ചെയ്യുവാൻ കഴിയണം. പ്രേസോ. അപ്പൊ ഇവിടെ ക്രിസ്തുവിന്റെ വചനമായി എപ്രകാരമുള്ള ജീവനും ആത്മാവാകുന്ന വചനമാണ്. യോഹന്നാൻ സുവിശേഷം 6:67 വായിച്ചു. ആത്മാവാകുന്ന ഈ വചനം അവൻ ഉയർപ്പിക്കുവാൻ ശക്തിയുള്ളതാണ്. ആത്മാവും ജീവനുമായിരിക്കുന്ന വചനം ഉയർപ്പിന്റെ വചനങ്ങളാ. ലാസറിനെ കല്ലറയിൽ ഈ വചനം ഉയർപ്പിച്ചത്, തബീതെ ഈ വചനം ഉയർപ്പിച്ചത്, യുസ്തിക്കോസിനെ ഈ വചനം ഉയർപ്പിച്ചത്, യായിറോസിന്റെ മകളെ ഉയർപ്പിച്ചത് ഈ ആത്മാവും ജീവനുമായിരിക്കുന്ന വചനമാണ്. കുഷ്ഠരോഗിക്കും മുടന്തനും ഒക്കെ സൗഖ്യം കൊടുത്ത ഈ വചനമാണ് ആത്മാവും ജീവനുമായിരിക്കുന്ന വചനമാണ്. ആത്മാവും ജീവനുമായിരിക്കുന്ന വചനമാണ് നമ്മെ വീട്ടിലെത്തത്. ആത്മാവും ജീവനുമായിരിക്കുന്ന വചനമാണ് നമ്മെ നടത്തുന്നത്. ആത്മാവും ജീവനുമായിരിക്കുന്ന വചനം നമ്മുടെ ഹൃദയത്തിൽ ഐശ്വര്യമായി വസിക്കുവാൻ നമ്മൾ ഇടം കൊടുക്കുമ്പോൾ നിങ്ങളുടെ സകല പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. ആത്മാവും ജീവനുമായിരിക്കുന്ന ഈ വചനമാണ് നിങ്ങളുടെ സകല പ്രശ്നങ്ങളെ പരിഹരിക്കുന്നത്. അവിടെ വേറെ മധ്യസ്ഥന്റെ ആവശ്യമില്ല. രക്തം ചെയ്യും. ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ നിന്നും ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ, ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി നമ്മുടെ ഉള്ളിൽ വസിക്കുമ്പോൾ സകലവിധ ജ്ഞാനവും നമുക്ക് ലഭ്യമാകും. സകലവിധ ജ്ഞാനവും ലഭ്യമാകും. ജ്ഞാനം കുറഞ്ഞു പോയതാണ് പലരുടെയും പ്രശ്നം. അല്ലേറിയ നമ്മൾ സദൃശ്യവാക്യം 1-ാം അധ്യായം വായിച്ചു വരുമ്പോൾ സദൃശ്യവാക്യത്തിന്റെ പ്രാരംഭം തന്നെ ഒരു വിശ്വാസി, ഒരു മനുഷ്യൻ പ്രാപിക്കേണ്ട ചില പ്രവർത്തികളെ കുറിച്ച് അവിടെ എഴുതിയിട്ടുണ്ട്. നിങ്ങൾ വായിച്ചാൽ മതി കേട്ടോ. എന്നിട്ട് സദൃശ്യവാക്യം 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിട്ടുണ്ട്, യഹോവ ഭക്തി ജ്ഞാനത്തിന്റെ ആരംഭമാകുന്നു. അല്ലേ? അപ്പം ദൈവവചന സകല ജ്ഞാനത്തോടും കൂടി നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ യഹോവ ഭക്തിയോടെ നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയും. അതുകൊണ്ടാണ് 111-ാം സങ്കീർത്തനത്തിന്റെ 11-ാമത്തെ വാക്യം ഒന്ന് വായിച്ചു നോക്കണം കേട്ടോ. അല്ലേറിയ സ്തോത്രം. യഹോവഭക്തി ജ്ഞാനത്തിന്റെ ആരംഭം. അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധി ഉണ്ട്. അല്ലേറി ഈ വചനം സകല ജ്ഞാനത്തോടും കൂടെ നമ്മുടെ ഹൃദയത്തിൽ നഷ്ടപ്പെട്ടു പോയപ്പോൾ എന്ത് ചെയ്തു? നമ്മൾ പരിജ്ഞാനമില്ലാത്തവരായി മാറി. അതുകൊണ്ടാണ് ഓസ്റ്റിയുടെ പുസ്തകം വായിക്കുമ്പോൾ എന്റെ ജനം പരിജ്ഞാനമില്ലായകയാൽ നശിച്ചു പോകുന്നവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ പരിജ്ഞാനമില്ലാത്തത് കൊണ്ട് ജനം നഷ്ടപ്പെട്ടു പോകുന്നു, നശിച്ചു പോകുന്നു. പ്രിയരെ, അധികം കാലമൊന്നും ഇല്ലെന്നേ നമുക്ക്. മനുഷ്യനല്ലേ ഭയങ്കര പ്രശ്നം ഉണ്ടാകും. ഞാൻ കഴിഞ്ഞ ദിവസം ഒരാളോട് ഒരു കാര്യം സംസാരിച്ചു. എന്നെ വിളിച്ച് ഫോണിൽ കൂടെ സംസാരിച്ചു. പെട്ടെന്ന് എന്റെ ഹൃദയത്തിൽ ഭയങ്കര സങ്കടമായി. ലേഡിയ ലോകത്തിൽ സംസാരിക്കാറ്. അപ്പൊ സംസാരിച്ചുകൊണ്ട് ചില കാര്യങ്ങൾ പെട്ടെന്ന് അദ്ദേഹം പറഞ്ഞ വാക്കിന്റെ മുമ്പിൽ ഞാൻ എന്റെ ജീവിതത്തിൽ പെട്ടെന്ന് തിരിഞ്ഞു നോക്കി.
അപ്പൊ എന്റെ സങ്കടം പെട്ടെന്ന് എന്റെ നാവ് കൊണ്ട് ഞാൻ പറഞ്ഞു പോയി. പിന്നെ എനിക്ക് ഭയങ്കര സങ്കടമായി. അദ്ദേഹത്തിന് സങ്കടമായിരുന്നു എന്ന് അറിയത്തില്ല. ചില സമയത്ത് നമ്മുടെ ഉള്ളിലെ അങ്ങനെയൊക്കെയുള്ള നൊമ്പരങ്ങളെ കടന്നു. എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പ്രശ്നങ്ങളുണ്ടെങ്കിലും ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നമ്മുടെ ഹൃദയത്തിൽ വസിക്കുവാൻ നമ്മൾ ഇടം കൊടുക്കുമ്പോൾ എല്ലാ പ്രശ്നങ്ങളും നമുക്ക് കരകയറാൻ കഴിയും. പ്രൈസ് ദി ലോർഡ്. ഒത്തിരി പ്രശ്നങ്ങളുണ്ട് പ്രൈസ് ചെയ്ത ഒരുപാട് നിങ്ങൾ ഞാനും അനുഭവിക്കുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. ഞാൻ ഈ സോഷ്യൽ മീഡിയ ഫേസ്ബുക്കിലും യൂട്യൂബിലും ഒക്കെ വചനം പ്രസംഗിച്ചിരുന്നുണ്ടോ എല്ലാവരും ചിന്തിക്കും ഞാൻ ഭയങ്കര പണക്കാരനാണ്. ഞാൻ ഒരു പണക്കാരനല്ല, നിങ്ങളെക്കാളൊക്കെ സാധാരണക്കാരനായ ഒരു മനുഷ്യനാണ്. പ്രൈസോ, നിങ്ങളെക്കാളിലൊക്കെ കുറഞ്ഞ മനുഷ്യനാണെന്നാണ് ചിന്തിക്കുന്നത്. പണക്കാരനൊന്നും അല്ല കേട്ടോ. പ്രൈസോ, ചിലരൊക്കെ ചിന്ത അങ്ങനെയൊക്കെയാ. ചില ശ്രദ്ധിക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതാ കേട്ടോ. ഞാൻ ചിലരോടൊക്കെ പറഞ്ഞു നിങ്ങൾ ഇവിടെ വാ, എൻ്റെ വരെ ഒന്ന് എന്നെ ഒന്ന് കണ്ട് കേട്ട് സംസാരിച്ച് എന്റെ സാഹചര്യം ഒന്ന് മനസ്സിലാക്കുക. ചിലരോടൊക്കെ പറയാറുണ്ട്. പക്ഷെ തെറ്റിദ്ധാരണ മാറാൻ വേണ്ടിയിട്ട്. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സ്നേഹിത, എന്തുകൊണ്ടാണ് ഇങ്ങനെ നിൽക്കുന്നതെന്ന് അറിയാവോ? എന്തുകൊണ്ടാണ് നിങ്ങളുടെ മുമ്പിൽ സങ്കടങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടും ചിരിച്ച മുഖത്തോടെ ദൈവത്തിന് പ്രസംഗിക്കുന്നറിയാവോ? ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യത്തോടെ, അല്ലെങ്കിൽ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ എന്റെ ഹൃദയത്തിൽ വസിക്കുന്നത് കൊണ്ട് ഈ വചനം എന്റെ ദുഃഖങ്ങളെ മാറ്റിത്തരികയാണ്. പ്രയോജനോ, നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കണം. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിങ്ങൾക്ക് കരഞ്ഞു കലങ്ങിയ മനസ്സുമായിട്ട് കണ്ണുനീരിലൂടെ ആരും സഹായിക്കാനില്ല, ആരും കരുതുവാനില്ല, ഞാൻ അനാഥയാണ്, എന്നെ കാണുവാനും കേൾക്കുവാനും ആരുമില്ല എന്നൊക്കെ പറഞ്ഞ് മാനസികമായി തകർന്ന് നിരാശയുടെ കടന്നു പോകുന്നുണ്ടെങ്കിൽ ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് പറയുന്ന ദൂത്, ഹല്ലേലൂയ, ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായ സകല ജ്ഞാനത്തോടും കൂടെ നിന്റെ ഹൃദയത്തിൽ വസിക്കുവാൻ നീ കർത്താവിന് നിന്റെ ഹൃദയത്തിൽ നിന്ന് കൊടുത്താൽ നിന്റെ പ്രശ്നങ്ങളെല്ലാം ആമേൻ മാറിക്കിട്ടും. ഹല്ലേലൂയ. ഒന്ന് പരിശോധിച്ച് നോക്കിയാൽ മതി കേട്ടോ. ഹല്ലേലൂയ. ഇവിടെ വചനം പറയുമ്പോൾ കർത്താവിന്റെ വചനം ഉയർപ്പിക്കുവാൻ ശക്തിയുള്ളതാണ്. ആ വചനം വായിക്കുന്നവര് ശക്തി ഉണ്ടാകും. ആ ദൈവവചനം വായിക്കുമ്പോൾ നമ്മൾ എന്തുണ്ട്? ശക്തി ലഭിക്കും. പ്രൈസ് ദി ലോർഡ്. ബലഹീനനായിരിക്കുന്ന മനുഷ്യനെ ബലമുള്ളവനാക്കി മാറ്റുവാൻ ഈ വചനത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. രോഗിയായിരിക്കുന്നതിനക്ക് ആശ്വാസം തരാൻ ഈ വചനത്തിന് കഴിയും. പ്രൈസ് ദി ലോർഡ്. നിന്റെ നിനക്ക് ജീവിതത്തിലേക്ക് മടങ്ങി വരുവാൻ കഴിയാതെ നിന്നെ അലട്ടിക്കൊണ്ടിരിക്കുന്ന ചില പ്രശ്നങ്ങളിൽ നിനക്ക് പുറത്തു വരുവാൻ ഈ വചനം നിന്നെ സഹായിക്കും. അപ്പൊ നമ്മുടെ എല്ലാ ദുർസ്വഭാവങ്ങളും നമുക്ക് പുറത്തു വരുവാൻ ഈ വചനം പ്രയോജനമാണ്. ഹല്ലേലൂയ. അത് പറയുമ്പോൾ ഞാനൊക്കെ വളരെ ദുഷിച്ച ജീവിതം നയിച്ചാണ്. വളരെ ദുഷിച്ച ജീവിതം. ജനത്തിന്റെ മുമ്പിൽ പോലും പറയുവാൻ കഴിയാത്ത വിധത്തിൽ വെറും നെറികെട്ട ജീവിതം നയിച്ച ഒരു വ്യക്തിയാണ് ഞാൻ കേട്ടോ. ഹല്ലേലൂയ. കത്തോലിക്കനായിരുന്നു. പേരുമൊക്കെ നോക്കിയാലും അങ്ങനെയൊക്കെ തന്നെ പാപ്പച്ചെന്നാണല്ലോ. പക്ഷെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായ സകല ജ്ഞാനത്തോടു കൂടെ എന്റെ ഹൃദയത്തിൽ ഇല്ലായിരുന്നുകൊണ്ട് വെറും തോന്നിവാസം ജീവിച്ചു എന്നുള്ളതാണ്. ഇന്നൊക്കെ അത് ഓർക്കുമ്പോഴാണ് സങ്കടം. എത്ര കാലം കർത്താവിനെ വിട്ടകന്നു പോയിട്ടാണ് കുറച്ചു കാലം കർത്താവിനെ ഹൃദയം കൊണ്ട് സ്വീകരിപ്പാൻ അവസരം കിട്ടിയപ്പോൾ വളരെ സന്തോഷവാനാ കേട്ടോ. വ്യക്തം ചെയ്യും. യേശു നിങ്ങളുടെ കൂടെ ഉണ്ടെങ്കിൽ, എന്നെ കേൾക്കുന്ന മാതാപിതാവ് യേശുവിന്റെ കൂടെ ഉണ്ടെങ്കിൽ എന്റെ ഭവനത്തിലെ കണ്ണുനീര് മാറും. പ്രയോജനം. എന്നെ കേൾക്കുന്ന മാതാവ് എത്ര കാലമായി നീ കരയാൻ തുടങ്ങിയിട്ട്, സങ്കടപ്പെടാൻ തുടങ്ങിയിട്ട് ചില വിഷയങ്ങൾക്ക് വേണ്ടി. എന്റെ ഭർത്താവിന്റെ മദ്യപാനം മാറുവാൻ, നിന്റെ മക്കൾ നേരെ നടക്കുവാൻ, ലഹരിയിൽ നിന്റെ കുടുംബം ഒന്ന് വിടുവിക്കപ്പെടുവാൻ, മയക്കുമരുന്നിന്റെ മക്കൾ ഒന്ന് വിടുവിക്കപ്പെടാൻ വേണ്ടി, ഒരു നല്ല ജോലി, നല്ല ഉയർച്ചയ്ക്ക് വേണ്ടി, ഒരു നല്ല ഭവനത്തിന് വേണ്ടി, ഒരു നല്ല ജീവിതത്തിന് വേണ്ടി എത്ര കാലമായി നീ കൊതിക്കുന്നു. ഒരു നല്ല സ്നേഹത്തിന് വേണ്ടി എത്ര കാലമായി സഹോദര നീ ആഗ്രഹിക്കുന്നു. ഹല്ലേലൂയ. എന്നും നിന്ദകളും അപമാനങ്ങളും പരിഹാസങ്ങളും കുത്തുവാക്കുകളും അല്ലാതെ എന്റെ ജീവിതത്തിൽ എന്തെങ്കിലും ഉണ്ടോ? അതല്ലേ നിന്റെ ഏറ്റവും വലിയ ബാലൻസ് എന്ന് പറഞ്ഞത്. പക്ഷെ അതിന്റെ നടുവിലും നിന്നെ അതിൽ നിന്ന് ഉയർപ്പിക്കുവാൻ യേശുവിന് കഴിയും. ആത്മാവും ജീവനുമായിരിക്കുന്ന വചനം, ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി നിങ്ങളുടെ ഹൃദയങ്ങളിൽ സകല ജ്ഞാനത്തോടും കൂടെ വസിച്ചാൽ നിന്റെ എല്ലാ പ്രശ്നത്തിനും ദൈവം നിന്നെ ഉയർപ്പിക്കും. വിശ്വസി കരമടിച്ച് ദൈവത്തെ സ്തുതിച്ചാട്ട്. ഇന്ന് പ്രഭാതത്തിൽ ചിലരുടെയൊക്കെ ദൈവത്തിന്റെ വചനം പറയാണ്, ആത്മാവും ജീവനുമായിരിക്കുന്ന ഈ വചനം നിന്റെ കുടുംബത്തിനകത്ത് ചില ഉയർപ്പിന്റെ അനുഭവത്തെ തരാൻ പോവുകയാണ്. മരവിച്ച് കിടക്കുന്ന, ഹല്ലേലൂയ, മരിച്ചതുപോലെ കിടക്കുന്ന ചില വിഷയങ്ങൾ, ഹല്ലേലൂയ, ദൈവം മറുപടി നൽകാൻ പോവുകയാണ്. പ്രൈസ് ദി ലോർഡ്. നാളുകളായി ചില സർക്കാർ സംബന്ധമായ ചില പേപ്പർ വർക്കുകൾ മുന്നോട്ട് നീങ്ങാതെ
നീ ഭാരപ്പെടുന്നുണ്ട്, അതിന്മേൽ ആ വിഷയത്തിന് ദൈവം ഉയർപ്പിന്റെ ശക്തി അയക്കാൻ പോവുകയാണ്. പ്രൈസലോ. നിന്റെ വിഷയങ്ങൾക്ക് ഒരു പരിസമാപ്തി തന്നിട്ട് ദൈവം നിന്നെ നീ ആഗ്രഹിക്കുന്ന ഇടത്തേക്ക് നിന്നെ ദൈവം കൊണ്ടുപോകാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് എന്ന് പറഞ്ഞാൽ എത്രയോ ആളുകൾ വിദേശത്തേക്ക് പോകാൻ വേണ്ടി ആഗ്രഹിച്ചിട്ടും വിസ കിട്ടാതെ മെഡിക്കൽ ആൾക്ക് പാസ്സാകാതെ ഭാരപ്പെട്ട് നാട്ടിലായിരിക്കുന്നവരുണ്ട്. അവരോട് പറയട്ടെ, ദൈവം നിനക്ക് വേണ്ടി ഒരു ഉയർപ്പിന്റെ പ്രവൃത്തി അയക്കാൻ പോവുകയാണ്. എല്ലാത്തിനും നീക്കുപോക്ക് തരാൻ പോവുകയാണ്. പ്രൈസ്. വിശ്വസിക്കുന്ന സ്തോത്രം പറഞ്ഞാട്ട് ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി നിങ്ങളുടെ ഉള്ളിൽ വസിക്കട്ടെ. അപ്പൊ ഈ വചനം രക്ഷിപ്പിലേക്കുള്ള വചനമാണെന്ന് ഹല്ലേലൂയ നമ്മൾ ദൈവത്തിന്റെ വചനം വായി കാണാൻ കഴിയും. ഹല്ലേലൂയ. 2 തിമോത്തിയോസിന്റെ ലേഖനം ഹല്ലേലൂയ 3-ാം അധ്യായം ഹല്ലേലൂയ അതിന്റെ 14-15 വാക്യങ്ങൾ 16 വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. നീയോ ആരോട് പഠിച്ചു എന്ന് ഓർക്കി ക്രിസ്തുവിലുള്ള വിശ്വാസത്താൽ നിന്നെ രക്ഷയ്ക്ക് ജ്ഞാനിയാക്കുവാൻ മതിയായ തിരുവെഴുത്തുകളെ ബാല്യം മുതൽ ഹല്ലേലൂയ അറിയുകയും ചെയ്യുന്നത് കൊണ്ട് നീ പഠിച്ചും നിശ്ചയം പ്രാപിച്ചും ഇരിക്കുന്നത് നിലനിൽക്കാം. ഹല്ലേലൂയ. എന്നിട്ട് പറയാണ്, എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രമാകയാൽ ദൈവത്തിന്റെ മനുഷ്യൻ സകല സൽപ്രവർത്തിക്കും വകപ്രാപിച്ച് തികഞ്ഞവനാകേണ്ടതിന് ഉപദേശത്തിനും ശാസനത്തിനും ഗുണീകരണത്തിനും നീതിയിലെ അഭ്യസനത്തിനും പ്രയോജനമുള്ളതായിരിക്കണം. ഈ വചനം രക്ഷിപ്പിന്റെ വചനമാണ്. ഈ വചനം രക്ഷയുടെ വചനമാണ്, മാനസാന്തരത്തിന്റെ വചനമാണ്. നിന്നെ തികഞ്ഞവനാക്കുന്നതാണ്, നിന്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതാണ്. ഈ തിരുവെഴുത്ത് ദൈവത്തിന്റെ ശ്വാസമാണ്. ഈ ദൈവത്തിന്റെ ശ്വാസമാകുന്ന തിരുവെഴുത്ത് നിന്റെ ഹൃദയത്തിന്റെ ആന്തർഭാഗത്ത് ഈ വചനത്തിന് ഇടം കൊടുക്കുക. നിന്റെ പ്രശ്നങ്ങളെ കർത്താവ് പരിഹരിച്ചു തരും. പ്രൈസ് ദി ലോർഡ്. നീ നിരാശപ്പെട്ട് കലങ്ങിയ ഹൃദയത്തോടെ ജീവിതത്തെ മുമ്പോട്ട് കൊണ്ടുപോകാനല്ല ദൈവം ആഗ്രഹിക്കുന്നത്, നിനക്കൊരു ഉയർച്ച തരാൻ ദൈവം ആഗ്രഹിക്കുക. എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രമാണ്. ഈ ദൈവത്തിന്റെ വചനം അല്ലെങ്കിൽ ഒരിക്കലും മാറ്റമില്ലാത്തതാണ്. ആകാശവും ഭൂമിയും മാറിപ്പോയാൽ എന്റെ വചനങ്ങൾക്ക് ഒരു മാറ്റവുമില്ല എന്ന് തിരുവെഴുത്ത് വായിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രശ്നം ഈ വചനം നിന്റെ ഹൃദയത്തിൽ ഐശ്വര്യമായി വസിച്ചാൽ ഈ ഭൂലോകം മുഴുവൻ നിനക്ക് തന്നെ ഇളകി വന്നാലും നിന്നെ കുലുങ്ങാതെ നിർത്തുവാൻ ദൈവത്തിന് കഴിയും. നീ ഇളകി പോകുന്നില്ല. രക്തം ചെയ്യും. നമ്മുടെ ജീവിതം കർത്താവിലൂടെ നമ്മൾ ആനന്ദിക്കണം കേട്ടോ. ഹല്ലേലൂയ. അപ്പൊ എല്ലാ തിരുവെഴുത്തും ദൈവത്തിന്റെ ശ്വാസമാണെന്ന് ഇവിടെ നമുക്ക് വായിക്കാൻ കഴിയുന്നുണ്ട്. ഹല്ലേലൂയ. അപ്പൊ ഈ എല്ലാ തിരുവെഴുത്തും ദൈവശാസ്ത്രമാണ് എന്ന് പറഞ്ഞ് ദൈവത്തിന്റെ ശ്വാസത്താൽ ഉളവായ തിരുവെഴുത്ത് എന്നാണ് ഇതിന്റെ അർത്ഥം. ദൈവം അവന്റെ മൂക്ക് ജീവശ്വാസം ഊതി മനുഷ്യൻ ജീവനുള്ള ദേഹിയായി തീർന്ന ഉൽപ്പത്തി പുസ്തകം 2-ാം അധ്യായം 7-ാം വാക്യത്തിൽ ആദമിനെ സൃഷ്ടിച്ചപ്പോൾ തന്നെ ഈ വചനം ജീവനുള്ളതാണ്, ദൈവത്തിന്റെ ശ്വാസമാണ് എന്ന് നമുക്ക് വെളിപ്പെടുത്തിയിട്ടുണ്ട്. പ്രൈസ് ദി ലോർഡ്. അപ്പൊ ഈ ദൈവത്തിന്റെ വചനം നമ്മുടെ ഉള്ളിൽ ശ്വാസത്തെ ജീവനെ നൽകുന്നതാണ്. ഹല്ലേലൂയ. അപ്പൊ എന്നെ കേൾക്കുന്ന അതുപോലെ ദൈവത്തിന്റെ ശ്വാസത്തിലാണ് തിരുവെഴുത്തുളമായത് എന്ന് പറഞ്ഞ ദൈവത്തിന്റെ സ്തോത്രം വാസമായ പരിശുദ്ധാത്മാവ് പ്രവാചകന്മാരെയും അപ്പോസ്തലന്മാരെയും സ്തോത്രം നിയന്ത്രിച്ചതിന്റെ ഫലമായിട്ടാണ് തിരുവെഴുത്ത് അവരിലൂടെ വെളിപ്പെട്ടത്. പഴയ നിയമ പ്രവാചകന്മാരെയും അപ്പോസ്തലന്മാരെയൊക്കെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് നിയന്ത്രിച്ച് എല്ലാ തിരുവെഴുത്തും ദൈവശ്വാസീയമാണെന്ന് അവരുടെ ഹൃദയത്തെ വെളിപ്പെടുത്തി കൊടുത്ത് പരിശുദ്ധാത്മാവിന്റെ നിയന്ത്രണത്തിലൂടെ അവർ കടന്നുപോയപ്പോൾ ദൈവത്തിന്റെ ആത്മാവിന്റെ ദൈവത്തിന്റെ ശ്വാസമാകുന്ന വചനം അപ്പോസ്തലന്മാരിലൂടെ പ്രവാചകന്മാരിലൂടെ നമുക്ക് വെളിപ്പെടുത്തി തന്നു. ഹല്ലേലൂയ. ആ വെളിപ്പെടുത്തിയ വചനം നമ്മുടെ ഈ ഹൃദയത്തിൽ, ആ വചനം ശ്വാസമായി ദൈവത്തിന്റെ ശ്വാസമാകുന്ന വചനം നമ്മുടെ ഈ ഹൃദയത്തിൽ ഉൾക്കൊള്ളുന്നെങ്കിൽ, ഹല്ലേലൂയ, നമ്മുടെ ഹൃദയത്തിനകത്ത് ഈ വചനം ജീവൻ നൽകിക്കൊണ്ടിരിക്കും. ഇത് തകരുവാൻ ദൈവം അനുവദിക്കത്തില്ല. ഹല്ലേലൂയ. ഇവിടെ അതുകൊണ്ട് നമ്മുടെ ഹൃദയത്തെ നമ്മൾ വെടിപ്പാക്കുക എന്നുള്ളതാണ് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കുന്നത്. ഈ വചനം നമ്മുടെ ഹൃദയത്തിൽ, ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി ഹല്ലേലൂയ സകല ജ്ഞാനത്തോടും കൂടെ നമ്മുടെ ഹൃദയത്തിൽ വസിക്കാൻ കഴിയാത്തതിന് കാരണം നമ്മുടെ ഹൃദയ ശുദ്ധീകരണം ആവശ്യമാണ്. ഹൃദയത്തിനകത്ത് ദൈവവചനം വസിക്കുവാൻ കഴിയാത്ത നിലയിൽ പാപത്തിന്റെ ചെളികൾ തിങ്ങി നിറഞ്ഞു നിൽക്കുന്നു. അതുകൊണ്ടാണ് ഈ യാക്കോബ് അപ്പോസ്തലൻ തിരുവെഴുത്തെഴുതുമ്പോൾ, ലേഖനം എഴുതുമ്പോൾ ഇങ്ങനെ എഴുതി. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 21-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തി. യാക്കോബിന്റെ ലേഖനം 1-ാം അധ്യായം 21-ാമത്തെ വാക്യത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നു. സ്തോത്രം.
എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നിങ്ങളുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ളതും ഉൾനട്ടതുമായ വചനം സൗമ്യതയോടെ കൈക്കൊള്ളുന്നതാണ്. ലേരിയ. അപ്പൊ എന്താണെന്ന് ഇവിടെ നമ്മൾ ചെയ്യേണ്ടത്? ആമേ സ്തോത്രം. എല്ലാ അഴുക്കും ദുഷ്ടതയുടെ ആധിക്യവും വിട്ട് നമ്മുടെ ആത്മാക്കളെ രക്ഷിപ്പാൻ ശക്തിയുള്ള ഉൾനട്ടതും വചനം നമ്മുടെ ഹൃദയത്തിൽ. അപ്പൊ മനുഷ്യന്റെ ഹൃദയത്തിൽ എന്തുണ്ട്? അഴുക്കും ദുഷ്ടതയും. അഴുക്ക് എന്ന് പറയുമ്പോൾ അത് വല്ലാത്ത ജീർണിച്ച ദുഷിച്ച അനുഭവമാണ്. നമ്മൾ ഈ ഓടകളിലൊക്കെ നോക്കുമ്പോൾ കാണത്തില്ലേ, വളരെ ദുഷിച്ച അനുഭവമാണ്. ഞാൻ ഈ കഴിഞ്ഞ ഒരു ദിവസം ഞാൻ ഇങ്ങനെ ഗുരുവായൂർ യാത്ര തൈക്കാട് ചെന്നു. തൈക്കാട് ചെന്ന് നിൽക്കുമ്പോൾ അവിടെ ഒരു പായസക്കച്ചവടം ചെയ്യുന്നൊരു ചേട്ടൻ നേരത്തെ പരിചയം ഇവിടെ പാല് തന്നോട്ടിരുന്നതാണ്. അപ്പൊ അദ്ദേഹം ഇപ്പം വയ്യാത്തല്ല, അദ്ദേഹത്തിന്റെ എനിക്ക് 10 മിനിറ്റ് വർത്താനം പറഞ്ഞിട്ട് നിന്നപ്പം അദ്ദേഹം ഇരിക്കുന്ന ഒരു ഹോട്ടലിന്റെ മുമ്പില് അല്ലെങ്കിൽ അദ്ദേഹം കുറച്ചിപ്പുറത്ത് മാറി മേശയിട്ട് പായസക്കച്ചവടം ചെയ്യാം. അപ്പൊ ഞാൻ അവിടെ ചെന്നപ്പോൾ ആ റോഡിന്റെ ഓടയിലൂടെ ആമി സ്തോത്രം ടാങ്കില് ടാങ്കിലൂടെ കാണുന്നുള്ള വെറും അശുദ്ധമായ അഴുക്ക് നിറഞ്ഞ സാധനമാണ് ഹോട്ടലിൽ നിന്ന് ഒഴുകി ഈ ചേട്ടൻ ഇരിക്കുന്നിടത്തൂടെ ഒഴുകി വരുന്നത്. അവിടെ ആൾക്കാർ വന്ന് പായസം വാങ്ങി കുടിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ ആ ചേട്ടനോ എന്റെ ചേട്ടൻ ഇവിടുന്ന് മാറി, ഇത് കണ്ട ആരും വന്ന് കുടിക്കത്തില്ല, ദുർഗന്ധം. അഴുക്കിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അഴുക്ക് നിറഞ്ഞ അനുഭവം നമ്മുടെ ജീവിതത്തിൽ, നമ്മുടെ ഹൃദയത്തിന്റെ അഴുക്ക് ചാലുകളിൽ നോക്കി കാണാൻ കഴിയും. പ്രയോജനം. ആ ചേട്ടനോടൊന്ന് മാറി കേട്ടോ, മാറി വേറെ സ്ഥലത്തേക്ക്. അപ്പൊ അഴുക്കും ദുഷ്ടതയും ഇത് രണ്ടും നമ്മുടെ ഹൃദയത്തിൽ വസിച്ചാൽ, അഴുക്ക് വസിച്ചാൽ വചനത്തിന് വസിക്കാൻ പറ്റത്തില്ല. ദുഷ്ടത നമ്മുടെ ഹൃദയത്തിലുണ്ടെങ്കിൽ വചനത്തെ വസിക്കാൻ കഴിയത്തില്ല. അപ്പൊ സകല അഴുക്കും ദുഷ്ടതയും നമ്മുടെ ഹൃദയത്തിൽ നീക്കിക്കളഞ്ഞിട്ട് സകല ജ്ഞാനത്തോടും കൂടി കർത്താവിന്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ വസിക്കണം. പ്രൈസലോ. അങ്ങനെ വസിക്കുന്നവരുടെ ഹൃദയത്തിലാണ് ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുന്നത്. ഹല്ലേലൂയ. രക്തം ചെയ്യാം. എന്നിട്ട് വചനം പറയും, എങ്കിലും വചനം കേൾക്ക മാത്രം ചെയ്യുക കൊണ്ട് ആമേ തങ്ങളെ തന്നെ ചതിക്കാതെ അല്ലയ അതിനെ ചെയ്യുന്നവരായിരിക്കും. ചിലർ വചനം കേൾക്കും, ഹല്ലേലൂയ. ചിലർ വചനം കേൾക്കും, പക്ഷെ അവരുടെ ഹൃദയത്തിൽ കാണത്തില്ല. വചനം കേൾക്കുന്നവർ മാത്രം ചെയ്തുകൊണ്ട് തങ്ങളെ തന്നെ ചതിക്കാതെ, വചനം കേട്ടിട്ടും ചിലർക്ക് മാനസാന്തരമില്ല. അവർ വീണ്ടും അഴുക്ക് ചാലിലേക്ക് ദുഷ്ടത്തിലേക്ക് പോകും. അങ്ങനെ വരാതെ വചനത്തെ എന്ത് ചെയ്യണം? നമ്മൾ ഹൃദയത്തിൽ സ്വീകരിക്കണം. ഒരുത്തൻ വചനം കേൾക്കുന്നവനെങ്കിലും ചെയ്യാത്തവനായിരുന്നാൽ അവൻ തന്റെ സ്വാഭാവിക മുഖം കണ്ണാടിയിൽ നോക്കുന്ന ആളോട് ഒത്തുക്കുന്നു. വചനം കേട്ടിട്ടും അതനുസരിക്കാതെ വചനം സ്വീകരിക്കാതെ വന്നാൽ, നമ്മൾ രാവിലെ എഴുന്നേറ്റ് യാത്രയൊക്കെ പോകുമ്പോൾ അല്ലാതെ നമ്മൾ കണ്ണാടി നമ്മുടെ മുഖം നോക്കി നമ്മളാണെന്ന് മനസ്സിലാക്കുന്ന പോലെ തന്നെ ഈ വചനം അത്രയേ ഉള്ളൂ അല്ലെങ്കിൽ പലർക്കും. പക്ഷെ ഈ വചനത്തെ നീ അനുസരിക്കണം. ഈ വചനം ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിന്റെ ഹൃദയത്തിൽ വസിപ്പാൻ നീ ഇടം കൊടുക്കുമ്പോൾ എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരമാകും. പ്രവേശനവും ഹല്ലേലൂയ. അപ്പം കള്ളവും കാപട്യവും ഇല്ലാതെ ഒരു പരിശുദ്ധ ജീവിതം ചെയ്യുന്നവനിൽ മാത്രമേ പരിശുദ്ധാത്മാവ് വസിക്കുകയുള്ളൂ. കള്ളവും കാപട്യവും മാറ്റിക്കളയണം. നിങ്ങളുടെ ഹൃദയത്തിലെ കള്ളം കാപട്യം മാറ്റി, രാഷ്ട്രീയം മാറ്റിക്കളഞ്ഞ്, പക്ഷം മാറ്റി, വിഭാഗീയത മാറ്റി, ജ്ഞാനതുള്ള ഭാവം മാറ്റിവെച്ച്, ജാതീയ ചിന്താഗതി മാറ്റിവെച്ച്, പാരമ്പര്യം വിട്ട്, പണത്തിന്റെ ഹുങ്കാരം വിട്ടിട്ട് താങ്കൾ ഒരു സൗമ്യനായി മനുഷ്യനായി മടങ്ങി വരുമ്പോൾ, കള്ളവും കാപട്യവുമില്ലാത്ത ദിവ്യാഗ്രഹമില്ലാത്ത ഒരു മനസ്സിന്റെ ഉടമയായി വരുമ്പോൾ, ദുശീലങ്ങളില്ലാത്ത അഴുക്കും ദുഷ്ടതയും നിറഞ്ഞ അല്ലെങ്കിൽ ജീവിതം മാറ്റിവെച്ച് നിങ്ങൾ നിർമ്മലനായി വിട്ട് മടങ്ങി വരുമ്പോൾ ഈ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ ഐശ്വര്യമായി വസിക്കും. കേൾക്കുന്ന മാതാവേ പിതാവേ, നിന്നെ വെടിപ്പാക്കി എടുക്കണം. പ്രയോജനം. ഇന്നത്തെ യുവാക്കന്മാരോട് നിങ്ങൾ വെടിപ്പായി ക്രിസ്തുവിന്റെ വചനം നിങ്ങളുടെ ഹൃദയത്തിൽ ഐശ്വര്യമായി വസിപ്പാൻ ഇടം കൊടുത്തില്ലെങ്കിൽ കർത്താവിന്റെ വരവെങ്കിൽ ഒരു തലമുറ ഇവിടുന്ന് സ്വർഗത്തിലേക്ക് പോകത്തില്ല, ഇവിടുന്ന് ഉയരത്തില്ല കേട്ടോ. ഇന്നത്തെ തലമുറയോട് പറയട്ടെ, നീ മൊബൈലും തോണ്ടി ഇന്നത്തെ പ്രായമുള്ളവരും യൗവനക്കാരും പറയാം, മൊബൈൽ എന്നുകൊണ്ട് ഇതിന്റെ സമയത്തെ നീ നഷ്ടപ്പെടുത്തി എല്ലാ അഴുക്കും തൊട്ട് ഹൃദയത്തിൽ കള്ളവും കാപട്യമുള്ള മനസ്സുമായി നീ മുന്നോട്ട് പോയാൽ കർത്താവ് വരാ സമയമായി നിനക്ക് നിത്യതയെ പ്രവേശിപ്പാൻ കഴിയില്ല. നീ ഇവിടെ തന്നെ കഴിയേണ്ടി വരും. പിന്നെ നിന്റെ ജീവിതം ഭയങ്കര യാതനയാകട്ടോ. ഹല്ലേലൂയ. അപ്പൊ കള്ളവും കാപട്യമില്ലാത്ത പരിശുദ്ധ ജീവിതം ചെയ്യുന്നുണ്ട് ഈ വചനം നിങ്ങളുടെ ഉള്ളിൽ വസിക്കണം. ഈ രഹസ്യത്തെ അറിയാത്ത ദാവീദ് ഇങ്ങനെ പ്രാർത്ഥിച്ചു. ഈ രഹസ്യം അറിയാത്ത ദാവീദ്
ഈ വചനം ഐശ്വര്യമായ ഹൃദയത്തിൽ വസിക്കണമെന്നുള്ള ആ ചിന്തയിലേക്ക് വരാതിരുന്ന ദാവീദ് തന്റെ പ്രാർത്ഥനയിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു. 119 സംഗീതത്തിലെ 11 വാക്യത്തിൽ, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന്. ഈ മനുഷ്യൻ പറയാണ്, കർത്താവിനോട് പറയാം, കർത്താവേ, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കുന്നതിന്റെ വചനത്തെ ഹൃദയത്തിൽ ആമേൻ സംഗ്രഹിച്ചിരിക്കുന്നു. ദാവീദ് പറഞ്ഞ വചനം നമ്മൾ ഏറ്റെടുക്കണം. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടത്. നമ്മുടെ കർത്താവിനോട് നമ്മൾ പാപം ചെയ്യാതിരിപ്പാൻ, നമ്മുടെ വീണ്ടെടുപ്പുകാരനോട് നമ്മൾ പാപം ചെയ്യാതിരിപ്പാൻ, കാൽവറിയിൽ നമുക്ക് വേണ്ടി പരമയാഗമായി മാറിയ യേശുവിനോട് നമുക്ക് വേണ്ടി കരിയിലും പണിയാൽ തറയപ്പെട്ട് മുൾക്കിരീട നാരിയായ കണ്ടാൽ ആളല്ലെന്ന് തോന്നുമാർ വിരവുമായി ചമ്മട്ടികളെ ചാട്ടമാറുകൾ കൊണ്ട് അടിയേറ്റ് ആമേൻ ആമേൻ ശരീര ഉഴവുചാല് പോലെ കീറിയവൻ, നമുക്ക് വേണ്ടി പ്രാണവേദനയിലായവൻ, നമുക്ക് വേണ്ടി ജീവൻ തന്നവൻ, അവസാനത്തുള്ള രക്തം വരെ തന്ന ഈ കർത്താവിനോട് നമ്മൾ പാപം ചെയ്യാതിരിപ്പാൻ, ഹല്ലേലൂയ, പാപം ചെയ്യാതിരിക്കേണ്ടതിന് ഈ വചനത്തെ നമ്മുടെ ഹൃദയത്തിൽ സംഗ്രഹിക്കണമെന്ന് 119 സംഗീതം 11 വാക്യം പറയുന്നത്. ഹല്ലേലൂയ. നിങ്ങൾക്ക് പറയാൻ കഴിയുമോ, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നുവെന്ന് ആത്മീയ നേതൃത്വത്തിൽ നിന്ന് ശുശ്രൂഷിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാരോട് ചോദിക്കട്ടെ, നിങ്ങൾക്ക് ഈ വചനം പറയാൻ തയ്യാറുണ്ടോ? എന്നെ കേൾക്കുന്ന ക്രൈസ്തവ വിശ്വാസത്തിൽ നിൽക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ നിൽക്കുന്ന വിശ്വാസികളുടെ ദൈവദാസന്മാരുടെ ദൈവമക്കളുടെ ചോദിക്കട്ടെ, ദാവീദ് പറഞ്ഞതുപോലെ ഈ വചനം നിനക്ക് പറഞ്ഞ് പ്രാർത്ഥിക്കാൻ കഴിയുമോ? ഇത് നിനക്ക് പ്രാന്തി വചനം കേട്ടിട്ട് അത് കേൾക്കുക മാത്രം ചെയ്യാതിരിക്കുന്നവനാണ്. സ്വന്തം മുഖം കണ്ണാടി നോക്കിയിട്ട് താങ്കളാൻ തിരിച്ചറിയുന്ന ഈ വചനം പലർക്കും. പക്ഷെ ദാവീദ് അങ്ങനെയല്ല. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന്, ഹല്ലേലൂയ, നിന്റെ പാത്രത്തെ ഹൃദയത്തിൽ സംഗ്രഹിച്ച് കണ്ണുനീരോടെയുള്ള പ്രാർത്ഥനയാ രക്തം ചെയ്യും. അത് നമ്മൾ കർത്താവിനോട് പാപം ചെയ്ത് ആ കുരിശിലേക്ക് നോക്കിയാട്ട് ശ്രോതാവി, നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി നമ്മുടെ കർത്താവ് ക്രൂശിതനായി അവസാനത്തുള്ളി രക്തം വരെ അവൻ നമുക്ക് തന്നില്ലേ? ഇനി എങ്ങനെ നമ്മൾ അവനോട് പാപം ചെയ്യും? സംസാരം കൊണ്ട്, നോട്ടം കൊണ്ട്, ചിന്ത കൊണ്ട്, പ്രവൃത്തി കൊണ്ട്, കൊടുക്കൽ വാങ്ങൽ നിരൂപണത്തിൽ, ജീവിതത്തിൽ, ശരീരത്തിലും, ജഡത്തിലും, മനസ്സിലും, ഹൃദയത്തിലൂടെ നിരൂപണത്തിലൂടെ കടന്നുപോയ കൊടുക്ക വാങ്ങൽ ക്രയവിക്രയത്തിലൂടെ ഒക്കെ വന്നുപോയ സകല പാപങ്ങളെയും സകല അഴുക്കും തൊട്ടതയും നീക്കിക്കളഞ്ഞ് കള്ളവും കാപട്യമുള്ള മനസ്സെല്ലാം മാറ്റിവെച്ചിട്ട് നിങ്ങൾ ദൈവത്തോട് ദാവീദിനെ പോലെ പ്രാർത്ഥിച്ച്, ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനം എന്റെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കണം. രക്തം ചെയ്യും. അവിടെ നിനക്കൊരു വിജയമുണ്ട് കേട്ടോ. പ്രൈസരോ, ഹല്ലേലൂയ. അനേക ആയിരം കുടുംബങ്ങൾ കണ്ണുനീരിലാണ്. അനേക ആയിരം കുടുംബം കണ്ണുനീർ. കഴിഞ്ഞ പകലിൽ ജോലിക്ക് പോയ പല സഹോദരന്മാരും വീട്ടിലെത്താതെ ബാറിന്റെ പടിക്കൽ ഓടയിൽ കിടപ്പുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. പലരും കടത്തണ്ണുകളിൽ കിടപ്പുണ്ട്. ഹല്ലേലൂയ. പലരും ഭവനത്തിനകത്ത് വീട്ടുപണിക്ക് വന്ന് വീട്ടിലേക്ക് കയറാൻ കഴിയാതെ വഴിയോരത്ത് കിടപ്പുണ്ട്. ഒക്കെ പാസ് അങ്ങനെ കണ്ടെന്ന്. ഞാനൊക്കെ ഈ രാത്രിയിലൊക്കെ ഓരോ സ്ഥലത്ത് മീറ്റിംഗ് കഴിഞ്ഞ് വരുമ്പം പലരും ഓടയിൽ കിടക്കുന്നത് കണ്ടിട്ട്, അതിൽ ഒരു 25 വർഷം മുമ്പ് ഞാനും ഇങ്ങനെ കിടന്നിട്ടുണ്ട്. അനുഭവം കൂടെ ഉണ്ട് കേട്ടോ. ഹല്ലേലൂയ, സ്തോത്രം. പലരും വെള്ളമടിച്ച് മദ്യം കുടിച്ചിട്ട് വീട്ടിലേക്ക് വരുന്ന വഴി വീട്ടിലെത്താതെ തിരിച്ചു പോകുന്നവരുണ്ട്. പണ്ട് ഞങ്ങളുടെ നാട്ടിലെ ഒരാളുണ്ടായിരുന്നു, എന്റെ പേര് പറയുന്നില്ല, ഒരാളുണ്ടായിരുന്നു. അദ്ദേഹം നല്ലൊരു മനുഷ്യൻ, അനേകർക്ക് വളരെ ഉപകാരിയായിരുന്നു. അദ്ദേഹം രാത്രി ഒരു 9 മണി 10 മണിയൊക്കെ ആകുമ്പോഴേ വീട്ടിലേക്ക് പോകുന്ന ഒരു 5-6 കിലോമീറ്റർ നടക്കണം. 7 കിലോമീറ്റർ നടന്നു വേണം വീട്ടിൽ പോകും. അന്നത്തെ വണ്ടിയൊന്നും സൗകര്യമില്ലാത്ത കാലഘട്ടം, ഞങ്ങളുടെ ചെറുപ്രായമാണ്. അന്ന് ഞങ്ങളുടെ നാട്ടിൽ നല്ല കള്ള് ഷാപ്പുണ്ട്. നല്ല ഇവിടുത്തെ മൂത്ത കള്ളൊക്കെ കുടിച്ചിട്ട് അദ്ദേഹം കള്ളു കുടിച്ചിട്ടൊക്കെ അദ്ദേഹം വീട്ടിലേക്ക് നടക്കും. വീട്ടിലേക്ക് നടന്ന് പോകുന്ന വഴി ഇടയ്ക്ക് അദ്ദേഹത്തിന് ഈ യൂറിൻ പോകാനൊക്കെ മൂത്രമൊഴിക്കാനൊക്കെ നിൽക്കുമ്പം അവിടുന്ന് യൂറിനൊക്കെ കളഞ്ഞിട്ട് തിരിഞ്ഞ് വീണ്ടും പഴയ സ്ഥലത്തേക്ക് തന്നെ വരും. ഇവൻ വീട്ടിലെത്തത്തില്ല, നടക്കുന്നുണ്ട് വീട്ടിലെത്താം. അങ്ങനെയൊക്കെയാണ് എന്ന് പറയുന്നത്. അങ്ങനെയുള്ള എത്രയോ ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. ഹല്ലേലൂയ. ഇവിടെയാണ് പ്രിയരെ ഈ വചനത്തിന്റെ പ്രാധാന്യം. ഞാൻ നിന്നോട് പാപം ചെയ്യാതിരിക്കേണ്ടതിന് നിന്റെ വചനത്തെ ഹൃദയത്തിൽ സംഗ്രഹിക്കുന്ന എന്നെ കേൾക്കുന്ന സഹോദരൻ, ഈ വചനം നിന്റെ ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ നീ രാവിലെ വീട്ടിൽ നിന്ന് പുറപ്പെട്ടാൽ വൈകിട്ട് നിന്റെ വീട്ടിൽ തന്നെ വരും. എന്നെ കേൾക്കുന്ന സഹോദരി, നീ രാവിലെ ജോലിക്ക് പോയാൽ നിന്റെ ഭവനത്തിനകത്ത് നീ സന്തോഷത്തോടെ മടങ്ങി നിന്റെ ഭർത്താവിനോടും മക്കളോടൊപ്പം സന്തോഷമായ മാതാവ് ജീവിക്കണമെങ്കിൽ ഈ വചനം നിന്റെ ഹൃദയത്തിലുണ്ടായിരിക്കണം. ഈ വചനം നിന്റെ ഹൃദയത്തിലില്ലാതെ നീ പോകുന്ന വഴിക്ക് യാത്രയിൽ ജോലി മേഖലയിൽ ദുഷ്ടതയും അഴുക്കും നിന്റെ ഹൃദയത്തിൽ പ്രവേശിച്ച് കാപട്യവും കാപ്പടവും ഒക്കെ നിന്റെ ഉള്ളിൽ വന്നു കഴിഞ്ഞാൽ നിനക്ക് നേരായ രീതിയിൽ സമാധാന ജീവിതം നയിപ്പാൻ കഴിയത്തില്ല.
എത്ര കാലമായി ഈ സങ്കടം. നിങ്ങൾ യഥാർത്ഥത്തിൽ വചനത്തിലേക്ക് വാ. യഥാർത്ഥത്തിൽ വചനത്തിലേക്ക് വന്നാൽ നിന്റെ എല്ലാ പ്രശ്നങ്ങളും മാറുമെന്ന്. നിന്റെ ഏറ്റവും കാര്യം അടി തൊട്ട് മുടി വരെ അല്ലേടിയ, അല്ലെങ്കിൽ മുടി തൊട്ട് അടി വരെ നമ്മൾ പറയുക, അല്ലെങ്കിൽ പാമ്പ് നിറകെ തൊട്ട് അല്ലെങ്കിൽ തല തൊട്ട് പാദം വരെ നിങ്ങൾ പറയുമല്ലോ അല്ലേടിയ. നിങ്ങൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 1-ാം അധ്യായം വായിച്ചു നോക്ക് അല്ലേടിയ. അതിനകത്ത് ഈ വാക്യങ്ങളുടെ ഭാഗങ്ങളൊക്കെ ചില രൂപമൊക്കെ കിടപ്പുണ്ട്. നമ്മളെ പൂർണ്ണമായിട്ട് കർത്താവിന് സമർപ്പിച്ചു കൊടുക്കണം. നമ്മളെ പൂർണ്ണമായിട്ട് കർത്താവിന് സമർപ്പിച്ചു കൊടുക്കണം. അല്പം പോലും നമ്മുടെ സ്വയത്വത്തിൽ അല്പം പോലും നമ്മളെ പിടിക്കരുത്. പരിപൂർണമായിട്ട് കർത്താവിന് വിധേയപ്പെട്ട് കൊടുത്തു കഴിയുമ്പോൾ, ഈ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിന്റെ ഹൃദയത്തിൽ വസിക്കുമ്പോൾ, നിന്റെ എല്ലാ രോഗങ്ങളും മാറുമെന്ന്. നീ മാറാൻ രോഗിയാണ്. രോഗം മാറുന്ന നീ അനവധി ഡോക്ടർമാരെ കണ്ട് ചികിത്സിച്ചു, അനവധി മരുന്നുകൾ വാങ്ങി, വില കൂടിയ മരുന്നുകൾ നീ വാങ്ങി, വലിയ ഹോസ്പിറ്റലിൽ നീ പോയി ചികിത്സിച്ചു, നിന്റെ രോഗം മാറിയില്ല. ഹല്ലേലൂയ. എന്തുകൊണ്ടാ? നിന്റെ ഹൃദയം മുഴുവൻ അഴുക്കും ദുഷ്ടതയും നിറഞ്ഞതാ. കള്ളവും കാപട്യവും നിറഞ്ഞതാ. ഹല്ലേലൂയ. അതിനെ നീക്കിക്കളഞ്ഞ് ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടു കൂടെ നിന്റെ ഹൃദയത്തിൽ വസിപ്പാൻ ക്രിസ്തുവിന് നിന്റെ ഹൃദയത്തിന് ഇടം കൊടുത്താൽ സകല രോഗത്തെ സൗഖ്യമാക്കുന്ന യേശുവിന്റെ വചനം നിന്റെ രോഗത്തെ സൗഖ്യമാക്കും. നിന്റെ മാറാവ്യാധിയെ മാറ്റും. നിന്റെ ബന്ധനങ്ങളെ അഴിക്കും. ഹല്ലേലൂയ. വചനത്തിലേക്ക് പാകട്ടോ. അപ്പോൾ വചനത്തിൽ ജീവിക്കാവുന്നേ. ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ തന്നെ നമ്മൾ വചനം, ദൈവത്തിന്റെ ശ്വാസമാകുന്ന വചനപ്രകാരം നമ്മൾ ജീവിക്കണം. പ്രൈസ് ദി ലോർഡ്. ഇവിടെ വചനം പറയുന്നത്, എന്നെ കേൾക്കുന്ന സഹോദരൻ, ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടു കൂടെ നിങ്ങൾ വസിക്കട്ടെ. കർത്താവ് ഹല്ലേലൂയ ഈ വചനം നമ്മോട് സംസാരിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയമാകുന്ന നിക്ഷേപത്തിൽ നിന്നും നല്ലതിനെ എടുത്ത് കാണിക്കണം. നിങ്ങളുടെ ഹൃദയമാകുന്ന നിക്ഷേപത്തിൽ നിന്നും നല്ലത് പുറപ്പെടുവിക്കണം. ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയത്തിൽ നിന്ന് മോശമായതൊന്നും വരരുത് എന്ന് പരിശുദ്ധാത്മാവ് നമ്മെ ഓർപ്പിക്കുക. ഹല്ലേലൂയ. മത്തായിയുടെ സുവിശേഷം നമ്മൾ വായിക്കുമ്പോൾ കണ്ടത്, മത്തായിയുടെ സുവിശേഷം 12-ാം അധ്യായം അതിന്റെ 35-ാമത്തെ വാക്യത്തിൽ വരും ഇങ്ങനെ കണ്ട്, നല്ല മനുഷ്യൻ തന്റെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലതും പുറപ്പെടുവിക്കുന്നു, ദുഷ്ടമനുഷ്യൻ ദുർനിക്ഷേപത്തിൽ നിന്ന് തീയത് പുറപ്പെടുവിക്കുന്നു. അപ്പൊ നല്ല മനുഷ്യൻ എന്ത് ചെയ്യും? തന്റെ നല്ല നിക്ഷേപത്തിൽ നിന്ന് നല്ലത്. ദുഷ്ടമനുഷ്യൻ എന്ത് ചെയ്യും? തന്റെ ദുഷ്ടഹൃദയത്തിൽ നിന്ന് ദുഷ്ടഹൃദയത്തിൽ നിന്ന് അല്ലെങ്കിൽ സ്വതം മോശമായത് അല്ലെങ്കിൽ പുറപ്പെടുവിക്കും. അല്ലെങ്കിൽ അതും നല്ല മനുഷ്യൻ തന്റെ നിക്ഷേപത്തിൽ നല്ലത് പുറപ്പെടുവിക്കുമ്പോൾ ദുഷ്ടമനുഷ്യൻ തന്റെ ദുർനിക്ഷേപത്തിൽ നിന്ന് തീയത്. നിങ്ങളുടെ ഹൃദയം കർത്താവിന് വേണ്ടി, കർത്താവിന്റെ വചനം വസിക്കുന്ന ഒരു നല്ല നിക്ഷേപം ഉള്ള സ്ഥലമായി മാറണം. പ്രൈസ്. ബാങ്കുകളിലൊക്കെ നമ്മുടെ പണം കൊണ്ട് നിക്ഷേപിക്കുന്ന പോലെ ബാങ്കുകളിലൊക്കെ നമ്മുടെ പണം കൊള്ളയടിച്ചു കൊണ്ട് പോകാതെ, കള്ളന്മാർ തുരന്ന് മോഷ്ടിച്ചുകൊണ്ട് പോകാതെ നമ്മൾ ബാങ്കുകളിൽ നമ്മുടെ പണം കൊണ്ടേയിടും. ഹല്ലേലൂയ. നമുക്ക് ഒരുപാട് പണമുണ്ട്. നമ്മൾ ബാങ്കിൽ ലോക്കറുകളൊക്കെ എടുത്തിട്ട് അതിനകത്ത് നമ്മുടെ പണസ്വർണ്ണമൊക്കെ ഭണ്ഡാരങ്ങളൊക്കെ സൂക്ഷിച്ചു വെക്കും. ഹല്ലേലൂയ. അങ്ങനെ സൂക്ഷിച്ചു വെക്കുന്നത് പോലെ നിങ്ങളുടെ നല്ല ഹൃദയത്തിനകത്ത് ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി വസിച്ചാൽ, ഹല്ലേലൂയ, അത് നിങ്ങളുടെ ഹൃദയത്തെ സൂക്ഷിക്കും. നിങ്ങളുടെ ഹൃദയത്തെ ആരും അപഹരിച്ചെടുക്കത്തില്ല. ഹല്ലേലൂയ. ഇന്നത്തെ കാലത്ത് ഹൃദയത്തെ അപഹരിക്കുന്ന അനവധി വ്യക്തികൾ സമൂഹത്തിൽ ഇറങ്ങിയിട്ടുണ്ട്. നിങ്ങളുടെ ഹൃദയത്തെ പാലും തേനും ചക്കരയൊക്കെ ഒഴുകുന്ന വാക്കുകൾ മുഖസ്തുതി പറഞ്ഞ് നിങ്ങളെ വശീകരിച്ചിട്ട് അവസാനം നിങ്ങളെ അന്ത്യം ജയിലിലേക്ക് മാറ്റും. നിങ്ങളെ ജയിലിലടയ്ക്കുന്ന പ്രവർത്തികൾ ഭൂമിയിൽ പെരുകിക്കൊണ്ടിരിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. നിങ്ങൾ വാക്യം പൂരിപ്പിച്ചൊക്കെ എടുത്താൽ മതി. ഹല്ലേലൂയ. നിങ്ങളുടെ നല്ല ഹൃദയത്തിൽ നിന്ന് നല്ല നിക്ഷേപം. ഹല്ലേലൂയ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത്, ഹല്ലേലൂയ, നിങ്ങളുടെ ഹൃദയമാകുന്ന നിക്ഷേപത്തിൽ നിന്ന് നല്ലതിനെ എടുത്തു കാണിക്കണം. മനുഷ്യൻ തന്റെ നിക്ഷേപത്തിൽ നിന്ന് നല്ലത് പുറപ്പെടുവിക്കുന്നുവെന്ന് മത്തായിയുടെ സുവിശേഷം വായിച്ചത്. തക്ക സമയത്ത് ആ വാഗ്ദത്തങ്ങൾ നിങ്ങൾക്ക് കൈക്കൊള്ളേണ്ടത്. തക്ക സമയത്ത് ദൈവത്തിന്റെ വാഗ്ദത്തങ്ങളൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ നിറവേറണം. പ്രൈസ് ദി ലോർഡ്. അതുകൊണ്ടാണ് സദൃശവാക്യം 25-ാം അധ്യായത്തിന്റെ 11-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ കാണുന്നുണ്ട്, തക്ക സമയത്ത് പറഞ്ഞ വാക്ക് വെള്ളിത്താലത്തിൽ പൊന്നാരങ്ങ എന്ന പോലെ. അതെന്നിട്ട് കഷ്ടതയുടെ, സങ്കടത്തിന്റെ, ദുഃഖത്തിന്റെ, കണനീരിന്റെ, വേദനയുടെ നടുവിലൂടെ ഒക്കെ നീ കടന്നു പോകുമ്പോൾ ജീവിതത്തിൽ എല്ലാവരും കൈവിട്ട് ആരൂരും കൈത്താങ്ങില്ല, സഹായമില്ലാതെ നീ വേദനയിലൂടെ കടന്നു പോകുമ്പോൾ എന്നെ കേൾക്കുന്ന മാതാവി പിതാവി, ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടു കൂടെ നിന്റെ ഹൃദയത്തിൽ വസിച്ചാൽ ആ വചനപ്രകാരം നിന്റെ ഹൃദയത്തിൽ നല്ല നിക്ഷേപം
നീ പുറപ്പെടുവിച്ചാൽ നിന്റെ പ്രശ്നങ്ങളെ നീ ദൈവത്തോട് പറയുമ്പോൾ തക്ക സമയത്ത് പറഞ്ഞ വാക്ക് വെള്ളിത്താലത്തിൽ പൊന്നാരങ്ങ എന്ന് പറഞ്ഞ പോലെ ദൈവം നിന്റെ മുമ്പിൽ വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. രക്തം ചെയ്യും. വിശ്വസിക്കും. സ്തോത്രം പറഞ്ഞാട്ട് അത് ഈ വചനത്തിന് വേണ്ടി നിന്റെ കഥയൊന്ന് വിട്ടുകൊടുക്കാൻ കഴിയുമോ? ഹല്ലേലൂയ. നിങ്ങൾ വചനമനുസരിച്ച് ഇന്നത്തെ കാലത്ത് വചനമനുസരിക്കാൻ ആൾക്കാർക്ക് സമയമില്ല. എല്ലാവരും ഈ പ്രവാചകന്റെ കൈക്കീഴിൽ പോയി പ്രവാചക ശബ്ദം കേട്ട് പ്രവാചകൻ. ഹല്ലേലൂയ. സ്തോത്രം. പ്രവാചകൻ നല്ലതാണ്. നല്ല ദൂതുകളൊക്കെ പ്രവചനങ്ങൾ കേൾക്കണം. നല്ല ആലോചനകൾ കേൾക്കണം. അതൊന്നും വേണ്ട. ഞാൻ പറയും, എനിക്കും പ്രവചനമൊക്കെ ഇഷ്ടമാണ് കേട്ടോ. ഹല്ലേലൂയ. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചു. പുള്ളി ഒരു നല്ലൊരു ഡിനോമിനേഷൻ സഭയിൽ നിൽക്കുന്നതാണ്. എവിടെയാന്ന് ചോദിച്ചാൽ എറണാകുളത്താന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നല്ല അപ്പൊ എറണാകുളത്തൊക്കെ പറയുമ്പോൾ നല്ല സഭകളൊക്കെ ഉണ്ട്. അപ്പൊ ഞാൻ സഭയുടെ പേരും ഒക്കെ ചോദിച്ചപ്പോൾ എനിക്കും അത് നല്ല സഭയാണ്. പ്രാർത്ഥിച്ചു കഴിഞ്ഞ ഉടനെ ആ സഹോദരി എന്നോട് ചോദിച്ചു, കാലങ്ങളായിട്ട് വിശ്വാസം നിൽക്കുന്ന ആ സഹോദരി എന്നോട് ചോദിച്ചു, പാസ്റ്റർ വല്ലതും കണ്ടോ? യഥാർത്ഥത്തിൽ കരിസ്മാറ്റിക്കാരുടെ ഒപ്പം നിൽക്കുക സഹോദരി. അവൻ പെന്തക്കോസിലാണ്, നല്ല ഡിനോമിനേഷൻ സഭയിലാണ്, അടിസ്ഥാനമുള്ള സഭയ്ക്കകത്ത് ദൈവത്തിനും കേട്ട് ജീവിക്കുന്ന വ്യക്തിയാണ്. ആ സൗകര്യം പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ ചില പ്രവാചകന്മാരിലേക്ക് ചില അല്ലെങ്കിൽ മന്ത്രവാദികൾക്ക് ചെന്ന് ചോദിക്കുക, വല്ലതും കണ്ടോ? പ്രൈസലോ. എങ്ങനെയുണ്ട്? അപ്പൊ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യത്തോടെ സൈശ്വര്യമായി സകല ജ്ഞാനത്തോടു കൂടി അവരുടെ ഹൃദയത്തിൽ വസിക്കുന്നില്ല. അവരുടെ നല്ല ഹൃദയത്തിൽ നല്ല നിക്ഷേപങ്ങളില്ല. അവർക്കിന്ന് സംശയമാണ്. അവർ കണ്ടോ എന്തെങ്കിലും കണ്ടോ, വെളിപ്പെട്ടോ? ഇങ്ങനെയൊന്നും അല്ല വചനം വസിക്കേണ്ടത് കേട്ടോ. ദൈവാത്മാവിനോട് സംസാരിക്കും. ശാന്തമായിട്ട് ഇരുന്ന് കൊടുത്താൽ, ശാന്തമായിട്ട് നീ ദൈവസേന പ്രാർത്ഥന ഇരുന്ന് കൊടുത്താൽ ദൈവാത്മാവിനോട് സംസാരിക്കും. ദൈവത്തിന്റെ അരുളപ്പാടുകൾ നിന്റെ ഹൃദയത്തെ കേൾപ്പിക്കും. പ്രൈസ് ദി ലോർഡ്. നീ നിലയാത്ത നാഴിയിൽ തക്ക സമയത്ത് പറഞ്ഞു വാക്ക് വെള്ളിത്താലത്ത് പൊന്നാരങ്ങ എന്ന് പറഞ്ഞില്ല. ദൈവത്തിന്റെ ദൂതമായി, ദൈവത്തിന്റെ അരുളപ്പാടുമായി ദൈവത്തിന്റെ പ്രവാചകന്മാരെ ദാവീദിന്റെ കൊട്ടാരത്തിലേക്ക് നാഥാൻ പ്രവാചകൻ അയച്ചു പോലെ നിന്റെ ഭവനത്തിലേക്ക് ചില പ്രവാചക ശബ്ദവുമായി ചിലർ ദൈവം അയക്കാൻ ആഗ്രഹിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്നത്, നാഥാൻ പ്രവാചകനെ ദാവീദിന്റെ കൊട്ടാരത്തിലേക്ക് അയച്ചതുപോലെ നിന്റെ ഭവനത്തിലേക്ക് ചില പ്രവാചകന്മാരെ ദൈവത്തിന്റെ ആത്മാവ് അയക്കാൻ ആഗ്രഹിക്കുന്നു. ദൈവത്തിന്റെ അരുളപ്പാടുമായി നാഥാൻ പ്രവാചകൻ ദാവീദിന്റെ കൊട്ടാരത്തിൽ ചെന്ന് ദൈവത്തിന്റെ അരുളപ്പാടുകൾ അറിയിച്ചപ്പോൾ ദാവീദ് നെടുപ്പാട് വീണ് ദൈവത്തിന് കരഞ്ഞ് തന്റെ പ്രാർത്ഥന, തന്റെ നിലവിളി അവിടെ ഉയർന്നത് കാണാൻ കഴിയും. തന്റെ ഹൃദയത്തിനകത്തെ ദുഷ്ടതയും അഴുക്കും തൊട്ടത് നിറഞ്ഞ ദാവീദിന്റെ ഹൃദയം, കള്ളവും കാപട്യം നിറഞ്ഞ ദാവീദിന്റെ ഹൃദയത്തിന്റെ മാലിന്യങ്ങളെ ദാവീദ് പുറത്തു കളഞ്ഞു. ദൈവത്തിന്റെ വചനം, ദൈവത്തിന്റെ ശ്വാസമാകുന്ന വചനം ദാവീദിന്റെ ഹൃദയത്തിൽ സകല ജ്ഞാനത്തോടുകൂടി വസിപ്പാൻ ഇടം കൊടുത്തപ്പോൾ തക്ക സമയത്ത് പറഞ്ഞ വാക്ക് പൊന്നാരങ്ങ എന്ന് പറഞ്ഞ പോലെ ദാവീദിന്റെ ജീവിതം അങ്ങ് മാറി. അത് നിന്റെ ജീവിതം മാറി വരുമെന്ന്. നിന്റെ ജീവിതം മാറി വരും. നീ ദൈവസന്നിധിക്ക് ഏൽപ്പിച്ചു കൊടുക്കുക. നിന്റെ ജീവിതത്തെ മാറ്റി എഴുതുവാൻ ദൈവത്തിന് കഴിയും. എന്നും നീ കണ്ണുനീരോട് കൂടി പോകാനല്ല, എന്നും കരഞ്ഞു കലങ്ങി ഹൃദയത്തോട് പോകാനല്ല, ദൈവം നിന്നെ ഉയർത്തുവാൻ ആഗ്രഹിക്കുക. ഈ വചനം ആത്മാവും ജീവനും വായിക്കുന്ന വചനം ഉയർപ്പിന്റെ വചനമാണ്. അപ്പൊ യേശു ക്രിസ്തു തന്റെ ഹൃദയമാകുന്ന നിക്ഷേപത്തിൽ ദൈവത്തിന്റെ വചനങ്ങളെ നിറച്ചിരുന്നു. സാത്താൻ പരീക്ഷയ്ക്കായി വന്നപ്പോൾ ഓരോ ശോധനയ്ക്കും യേശു തക്ക സമയത്ത് മറുപടി നൽകുകയും മാത്രമല്ല, പിശാച് ഈ കല്ലുകളെ അപ്പമാക്കി ഭക്ഷിക്കുക എന്ന് സാത്താൻ പറഞ്ഞപ്പോൾ യേശു പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ കൂടെ വരുന്ന വചനം കൊണ്ട് ജീവിക്കുന്നുവെന്ന് യേശു പറഞ്ഞ ആവർത്തന പുസ്തകത്തിൽ ദൈവത്തിന്റെ വചനമെടുത്ത് മത്തായിയുടെ സുവിശേഷം 4-ാം വാക്യത്തിൽ യേശു പറഞ്ഞു, മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിന്റെ വായിൽ നിന്ന് വചനം കൊണ്ട് ജീവിക്കുന്നു. ഹല്ലേലൂയ. നല്ല മണ്ണിലുള്ളതോ നാം വചനം കേട്ട് ഗുണമുള്ള നല്ല ഹൃദയത്തിൽ സംഗ്രഹിച്ച് ക്ഷമയോടെ ഫലം കൊടുക്കുന്നവരായിരിക്കണം. അത് യേശു ക്രിസ്തുവിന്റെ നല്ല ഹൃദയത്തിൽ ദൈവത്തിന്റെ വചനം ഉണ്ടായിരുന്നു. സാത്താൻ പരീക്ഷയ്ക്ക് വന്നപ്പോൾ സാത്താൻ മുമ്പിൽ അടിയറ പറയാതെ തന്റെ നല്ല ഹൃദയമാകുന്ന നിക്ഷേപത്തിൽ നിന്ന് യേശു വചനം പറഞ്ഞു. വചനം പറഞ്ഞപ്പോൾ സാത്താൻ 3 പരീക്ഷകളും തോറ്റ് പരാജയപ്പെട്ട് യേശുവിനെ വിട്ടു പോയെന്നാ. യേശുവിനെ ദൂതന്മാർ വന്ന് സൂക്ഷിച്ചു. നമ്മള് മത്തായിയുടെ സുവിശേഷം 4 ലൂക്കോസിലൊക്കെ വായിച്ചാൽ കാണാൻ കഴിയും. 4 അത് വചനം നിന്റെ ഹൃദയത്തിൽ വസിക്കട്ടെ. സാത്താൻ നിന്നെ പരീക്ഷിക്കാൻ വന്നാൽ പരാജയപ്പെട്ടു പോകും. സാത്താൻ നിന്നെ പരീക്ഷിക്കുന്ന കാരണം വചനത്തിന്റെ ഹൃദയത്തിൽ ഇല്ലാത്തത് കൊണ്ടാണ്. വചനത്തിന്റെ ഹൃദയത്തിൽ വസിപ്പാൻ ഇടം കൊടുക്കണം. അതുകൊണ്ട് എന്നെ കേൾക്കുന്ന ദൈവവചനങ്ങൾ കേൾക്കുമ്പോഴും വായിക്കുമ്പോഴും അത് കർത്താവിൽ നിന്ന് വരുന്നു. എല്ലാവരും കർത്താവിൽ വരുന്ന വചനങ്ങളാണ് എന്ന് നിങ്ങൾ തിരിച്ചറിയണം. വചനം കേൾക്കുമ്പോൾ ആ വചനം പറയുന്ന ആളെ നിങ്ങൾ വിമർശിക്കാതെ അത് ദൈവാത്മാവ് എന്നോട് പറയുന്ന വചനമാണെന്ന് കേൾക്കണം. ഇന്ന് സഭയിൽ ശുദ്ധീകരണത്തിന് വചനം പ്രസംഗിക്കാൻ പറ്റില്ല. വചനം പ്രസംഗിക്കാൻ പറ്റില്ല. ചോദ്യം ചെയ്യാൻ വിശ്വാസങ്ങളെ തയ്യാറാക്കിയ പേനയും പേപ്പറും ഒക്കെ എടുത്ത് വചനം പ്രസംഗിക്കുന്ന അടുത്തിരിക്കുന്ന സഹോദരന്മാരെ തോണ്ടും. വചനം ഏറ്റെടുക്കാൻ പറ്റത്തില്ല. വിമർശനമാണ്. അഴുക്കും ദുഷ്ടതയും നിറഞ്ഞ ഹൃദയം കൊണ്ട് സഭയ്ക്കകത്ത് വന്ന് വചനം കേട്ടാൽ എങ്ങനെ വചനം കേൾക്കുന്ന എന്റെ ജീവിതത്തിൽ എന്നും നിനക്ക് കണ്ണുനീരുമാർ ഒരു മറുപടി കിട്ടത്തില്ല കേട്ടോ.
ഹല്ലേലൂയ. ആമേൻ. വചനം സംസാരിക്കുന്ന വിമർശിക്കാൻ തുടങ്ങി എത്ര കാലമായി? വചനം സംസാരിക്കുന്ന വിരച്ചുണ്ടാൻ തുടങ്ങിയത് എത്ര കാലമായി? ദൈവസഭയ്ക്ക് നേരെ ഏറ് തുടങ്ങിയത് എത്ര കാലമായി? നിന്റെ ഹൃദയത്തിൽ ഐശ്വര്യമായി വചനം ഇല്ലാത്തത് കൊണ്ട് ആമേൻ നിന്റെ കുടുംബം തകർന്ന് തരിപ്പണ, മക്കൾ മദ്യത്തിന് അടിമയായി മാറിയില്ലേ? നിന്റെ മക്കൾ ലഹരിക്ക് അടിമയായി മാറിയില്ലേ? നീ പ്രാർത്ഥിക്കുന്നവളല്ല, എന്തുകൊണ്ടാണ് നിന്റെ മക്കൾ ഗുണപിടിക്കാത്തത്? നിന്റെ ജീവിതത്തിനകത്ത് വചനമില്ല. നീ ദൈവദാസന്മാരെ, ദൈവമക്കളെ, സഭയെ വിമർശിക്കുന്നവനായി മാറി. അതുകൊണ്ട് നിന്റെ ദുഷ്ടഹൃദയത്തിൽ ദുർനിക്ഷേപത്തിൽ നിന്ന്, നിന്റെ ദുഷ്ടഹൃദയമാകുന്ന ഹൃദയത്തിൽ ദുർനിക്ഷേപത്തിൽ നിന്ന് തീയത് പുറപ്പെടുവിക്കാൻ തുടങ്ങിയപ്പോൾ നിന്റെ മക്കളത് കേട്ട് നിന്നെ അനുസരിക്കാതായി. എന്റെ കുടുംബത്തിനകത്ത് സാത്താൻ പ്രവേശിച്ചു. മടങ്ങി വന്ന് മാനസാന്തരപ്പെടുകട്ടോ. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ വചനം പറയുന്നത്, വചനങ്ങൾ നിങ്ങൾക്കുള്ളിൽ ശക്തി നൽകുന്നതാണ്. ഇത് അനേക ദൈവമക്കൾ തങ്ങളുടെ അനുഭവങ്ങൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ദൈവവചനം തങ്ങൾക്കുള്ളിൽ ശക്തി നൽകുന്ന അനേക ദൈവമക്കളെ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. ഹല്ലേലൂയ. അത് വിശ്വസിക്കുമ്പോൾ സകല ശാപങ്ങളും തകരും. ആത്മാവും ജീവനുമായിരിക്കുന്ന വചനം, ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിന്റെ ഉള്ളിൽ വസിക്കുമ്പോൾ നിന്റെ കുടുംബത്തിന്റെ ജീവിതത്തിന്റെ സകല ശാപങ്ങളും തകരും, സകല ബന്ധനങ്ങൾ തകരും. നിനക്ക് ആഭിചാരവും മന്ത്രവാദം കൂടോത്ര ശൂദ്ര പ്രയോഗം കൊണ്ടുവന്നാലും ദുർമന്ത്രവാദം, ദുർഭൂതാരാധന ശക്തികൾ, ദുർസേവകൾ നിനക്ക് നിന്റെ കുടുംബത്തിന് നേരെ ഉയർന്നാലും ഹല്ലേലൂയ, നിന്നെ തകർക്കുവാൻ ഒരു ശക്തിക്കും കഴിയില്ല. കാരണം ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും നിന്റെ ഹൃദയത്തിനകത്തുണ്ടെങ്കിൽ നിന്നെ തകർക്കുവാൻ ഒരു മന്ത്രവാദ ശക്തിക്കും കഴിയില്ല. രക്തം ചെയ്യാം, അവന്റെ ഹൃദയത്തെ നീ ശുദ്ധീകരിക്കുന്ന യാക്കോബ് പറഞ്ഞ പോലെ. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സ്നേഹിത, നിങ്ങളെ നോക്കി ദൈവത്തിന്റെ വചനം വിടുമ്പോൾ അതിനെ അതീവ വാഞ്ചയോടുകൂടി നിങ്ങൾ ഏറ്റുകൊള്ളണം. വചനം നിങ്ങളോട് സംസാരിക്കുമ്പോൾ അവൻ അതിവാഞ്ചയോടെ ഹൃദയം കൊണ്ട് ഏറ്റെടുക്കുക. അല്ലെങ്കിൽ അതിവാഞ്ചയുടെ വചനം ഏറ്റെടുത്ത് ആ വചനങ്ങൾ തേനിലും അല്ലെങ്കിൽ തേൻകട്ടയിലും മധുരമായ വചനമാണ്. ഹല്ലേലൂയ. നിങ്ങൾ ആ വചനത്തെ നിങ്ങളുടെ ഉള്ളത്തിൽ സ്വീകരിക്കണം. പൗലോസ് തന്റെ സുവിശേഷയാത്രയിൽ പൗലോസ് ദൈവത്തിന് ശുശ്രൂഷിക്കുമ്പോൾ ബെരോവയിലും ചെന്നു. അവിടെ ബെരോവയിൽ ചെന്ന് ദൈവത്തിന് പ്രസംഗിച്ചപ്പോൾ അവിടെ എഴുതിക്കും, ബെരോവയിലെ വിശ്വാസി ജനങ്ങൾ, ബെരോവിലെ ജനങ്ങൾ തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു. അവർ വചനം പൂർണ്ണ ജാഗ്രതയോടെ കൈക്കൊണ്ടതല്ലാതെ അത് അങ്ങനെ തന്നെയോ എന്ന് ദിനംപ്രതി തിരുവെഴുത്തുകളെ പരിശോധിച്ചു പോന്നുവെന്ന് അപ്പോസ്തലപ്രവൃത്തി 17:11 രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. അത് ബെരോവയിലുള്ള വിശ്വാസികൾ തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ ഉത്തമന്മാരായിരുന്നു. വചനം കേൾക്കുക മാത്രമല്ല, അങ്ങനെ തന്നെയോ എന്ന ദിനംപ്രതി തിരുവെഴുത്തുകളെ പരിശോധിക്കുന്ന സ്വഭാവം നിനക്കുണ്ടാകട്ടെ. ഇതുപോലെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുകയാണ്. അല്ലെങ്കിൽ വായിച്ച വചനം എന്താണ്? ഹല്ലേലൂയ. സംഗീതങ്ങളാൽ, ശ്രുതികളാലും മറ്റ് ഗീതങ്ങളാൽ തമ്മിൽ പഠിപ്പിച്ച് ബുദ്ധിപദേശം നദിയോടെ നിങ്ങളുടെ ഹൃദയങ്ങളിൽ ദൈവത്തിന് പാടിയും ഇങ്ങനെ ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ നിങ്ങളെ വസിക്കട്ടെ. അതെ, അതിനുവേണ്ടി എന്റെ ഹൃദയം കൊടുക്കാമോ? ഇന്ന് പകൽ നിന്റെ കഷ്ടത മാറും. എന്നോടൊപ്പം പ്രാർത്ഥികർത്താവേ, എന്റെ ഹൃദയത്തിലെ അഴുക്കും ദുഷ്ടതയും മാറ്റി, കള്ളവും കാപ്പട്ടി മാറി നല്ല ഹൃദയത്തിൽ നല്ല നിക്ഷേപമായി വചനം വസിപ്പാൻ എന്നെ സമർപ്പിക്കുന്നത് പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ ബന്ധനം മുഴുവൻ അഴിയും. കണ്ണുകളടച്ചാട്ട് പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിന് ഈ വചനം കേട്ടുകൊണ്ട് കേരളത്തിൽ ലോക രാജ്യങ്ങളെ സകല ജനത്തെയും നിങ്ങളുടെ പൊന്നുകരങ്ങളിൽ ഏൽപ്പിക്കുന്നു. ജാതി മത വർഗ വർണ്ണ വ്യത്യാസമില്ല, കുടിലോട്ട് കൊട്ടാരം വരെ പാർക്കുന്ന എല്ലാ ജനത്തെയും, എല്ലാ ഗോത്രങ്ങളും, ദ്വീപവാസികൾ, ആദിവാസി, ട്രൈബൽ മേഖലയിലായിരിക്കും സകലത്തിൽ എല്ലാ ഫറാത്തിയന്മാരും, ലോക രാജ്യങ്ങളിലെ എല്ലാ നിയമസഭാ രംഗത്ത്, എല്ലാ ജുഡീഷ്യറിയും, ശൈശവത്തിൽ ബാല്യം, കൗമാരി, യുവനത്തിൽ വൃത്തിരചന യാചകർ, ഓർഫനേജ് തടവറയിലായിരിക്കുന്ന ഭാവി മാരകമായ രോഗത്തിനും ബന്ധനങ്ങളും അകപ്പെട്ട് കിടക്കുന്ന സമാധാനമില്ല, സന്തോഷ വസ്തുതയില്ലാതെ കണ്ണുനീരിന്റെ അടിയിൽ കടന്നു പോകുന്ന വേദനയും ദുഃഖത്താൽ കടന്നു അനേക ജീവിതങ്ങളെ ഞങ്ങളുടെ മുൻകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ദൈവമക്കളെ, ദൈവദാസന്മാരെ ഏൽപ്പിക്കുന്ന കർത്താവ്, ഭിന്നതകൾ, ചർച്ചകൾ, കർത്താവ്, പൂരുകൾ, വാൽവീയ കർത്താവ്, വാക്മേറ്റുകളൊക്കെ ഉണ്ട്. അതിൽ നിന്നൊക്കെ വിടിവിച്ച് മടങ്ങി വന്ന് ക്രിസ്തുവിന്റെ വചനം ഐശ്വര്യമായി സകല ജ്ഞാനത്തോടും കൂടെ ഹൃദയങ്ങളിൽ വസിപ്പോങ്ങാൻ ജനത്തെ ഒരുക്കണമേ. സകല മകത്ത് ഒരുക്കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, 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 ആമേൻ.